ഒന്ന് അടിമാലിയിൽ കൂടി ഒഴുകുന്ന പുഴ. ആ പുഴ ഇത്രയും മലിനമാകുന്നത് നമ്മൾ കാണുമ്പോൾ അടിമാലി ജംഗ്ഷനിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടം വളരെ മനോഹരമാണെങ്കിൽ അത് താഴേക്ക് ഒഴുകി വന്നു കഴിയുമ്പോൾ ആ ദേവിയാർ പുഴ ഇത്രയും മലിനമായി ഒഴുകുന്നത്, ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ മലിനമായി ഒഴുകുന്നത് നമ്മളുടെ, അതായത് മനുഷ്യരുടെ മാത്രം ഇടപെടൽ കൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. വർഷങ്ങളായി തന്നെ പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയനായി മാറിക്കൊണ്ടിരിക്കുന്ന ജയകൃഷ്ണൻ മാന്നാർ സാറാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത്. സാർ നമസ്കാരം. പ്രകൃതിയുടെ മുറിവുകളേറെയാണ്. ഈ മുറിവുകളിൽ സാന്ത്വന സ്പർശം പകരാനുള്ള എളിയ പരിശ്രമമായിട്ട് ജയകൃഷ്ണൻ സാർ മുന്നോട്ട് പോവുകയാണ്. എത്ര നാളായി ഈ പരിസ്ഥിതി സ്നേഹവും നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ട്? ഒരുപക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ തുടങ്ങി. അമ്മ അധ്യാപികയായിരുന്നു. അമ്മയെന്ന് പരിഷത്തിന്റെ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പുസ്തകങ്ങളും യുറേക്ക മാസികയൊക്കെ വാങ്ങിത്തന്ന് അത് വായിച്ചപ്പോൾ തൊട്ടേ പ്രകൃതിയോടൊരു സ്നേഹം തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ അന്ന് തുടങ്ങിയെന്ന് പറയാം. പക്ഷെ സജീവമായി പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഒരുപക്ഷെ ഒരു ഡിഗ്രി പഠനകാലത്താണ്. അന്നുതൊട്ട് ഏറെക്കുറെ സജീവമായി പരിസ്ഥിതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങൊരു ഉദ്യോഗസ്ഥനായി മാറിക്കഴിഞ്ഞു. ഉദ്യോഗസ്ഥനായി മാറിയ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു? തീർച്ചയായിട്ടും. ഉദ്യോഗസ്ഥനായപ്പോൾ ഞാൻ ആദ്യം ഒരു സഹകരണ ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് ജോലി ലഭിച്ചു. അപ്പോൾ പലരും ചോദിച്ചു, വീടിനടുത്തുള്ള ജോലി ഉപേക്ഷിച്ച് VEO ആയിട്ട് പോകുന്നതിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ജോലിയുടെ ഒരു പ്രത്യേകത, സാധാരണക്കാരുമായി ഇടപഴകാൻ, ആ ജോലിയുടെ പ്രത്യേകത കൊണ്ട് വളരെ നല്ലൊരു ജോലി എന്ന രീതിയിലാണ് ഞാൻ അത്തരത്തിൽ ആ ജോലിയെ കണ്ടത്. അപ്പോൾ ആ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. കിലയിൽ അങ്ങ് പരിശീലനം കൊടുക്കുന്നുണ്ട്, പരിശീലന ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ക്ലാസ്സുകളാണ് അങ്ങ് ഏറെ ഇഷ്ടപ്പെടുന്നത്? കിലയിൽ ഒരുപക്ഷെ ജനകീയാസൂത്രണത്തിന്റെ തുടക്കത്തിൽ, ജനകീയാസൂത്രണം തുടങ്ങുന്ന സമയത്ത് 96-ല് അന്ന് ജനകീയാസൂത്രണത്തിന്റെ സംസ്ഥാന പരിശീലകനായിട്ട് പോകാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു അവസരം ലഭിച്ചത്. അപ്പം അന്ന് മുതൽ കിലയുമായി ബന്ധപ്പെട്ട വിവിധ പരിശീലനങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങൾ, പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിശീലന പരിപാടികളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. എന്നാൽ കിലയിലെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ എൻ്റെ പരിസ്ഥിതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ തുടക്ക സമയത്ത് വാട്ടർ ഷെഡ് പ്ലാനുമായി ബന്ധപ്പെട്ട ഒരു പരിശീലനം. അതിനുവേണ്ടി കിലയിൽ നിന്ന് ഒരു 10-12 പേരടങ്ങുന്ന ഒരു ടീം ഹൈദരാബാദിൽ പോയിരുന്നു. അപ്പം അങ്ങനെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്നു, റാലേഗൻ സിദ്ധിയിൽ പോയിരുന്നു. അങ്ങനെ ആ പരിശീലനത്തിൻ്റെ തുടർച്ചയായിട്ട്, അതൊരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ പരിസ്ഥിതിയുടെ താല്പര്യം കൊണ്ട് ആ വാട്ടർ ഷെഡിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാവുകയും അതിൻ്റെ പരിശീലനങ്ങൾ കേരളത്തിലെ വയനാട്, ഇടുക്കി, കോട്ടയം തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ പോയി കിലയുടെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ പരിശീലനങ്ങളുടെ വാട്ടർ ഷെഡിൻ്റെ ക്ലാസ്സുകൾ എടുക്കും. അപ്പം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ധാരാളം പരിശീലനങ്ങൾ പോകാറുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും കിലയിൽ നടക്കുന്ന ഗ്രാമപഞ്ചായത്തുമായും ബ്ലോക്ക് പഞ്ചായത്തുമായും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് കൂടുതലും ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഈ പരിഷ്കൃത സമൂഹം അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് മുറിവുകൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. മനുഷ്യനാണ് പ്രകൃതിയിൽ ഒരുപക്ഷെ മുറിവുകൾ ഉണ്ടാക്കുന്നത്. മറ്റൊരു ജീവിവർഗവും പ്രകൃതിയിൽ ബോധപൂർവം മുറിവുകൾ ഉണ്ടാക്കുന്നില്ല. മനുഷ്യനാണ് ബോധപൂർവം പ്രകൃതിയെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വായുവിൽ നീറ്റൽ, വാനിൽ കത്തൽ, പമ്പിലിൽ ഊർജം, പാഴടഞ്ഞു പോയി പാടമെന്നൊക്കെ പറയും പോലെ തന്നെ നമുക്ക് ഒരുപാട് നമ്മൾ വരുത്തി വെച്ചിട്ടുള്ള ഒരുപാട് വിനാശങ്ങളുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രത്യേകിച്ച് പങ്ക് ജോലി ചെയ്യുന്ന എവിടെയാണ്? ഞാനിപ്പോൾ അടിമാലി ബ്ലോക്കിൽ ജോയിന്റ് BDO ആയിട്ട് ജോലി ചെയ്യുകയാണ്. ഇപ്പം ഇടുക്കി ജില്ലയിൽ നിന്ന്, നഗരത്തിൽ നിന്ന് ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ അങ്ങ് കാണുന്ന ഒരു പ്രത്യേകതകളൊക്കെ എന്താണ്? ഞാൻ ഇടുക്കി ജില്ലയിലേക്ക് വരുന്നത്, ഞാൻ ഇങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് ഇടുക്കി ജില്ലയിലേക്ക് ഇവിടെ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇടുക്കി ജില്ലയിലേക്ക് വന്നിട്ടുള്ളത്. നഗരത്തിൽ നിന്നും ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇടുക്കിയിലേക്ക് വരുന്നത്. ഇടുക്കിയിൽ ഞാൻ നേരത്തെ വന്നിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ധാരാളം തവണ മൂന്നാറിലും വട്ടവടയിലും ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ച് ഞാൻ ഇവിടേക്ക് എത്തിയത്. എവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നത്? ഇപ്പോൾ അടിമാലി ബ്ലോക്കിൽ ജോയിന്റ് BDO ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അടിമാലിയിൽ വന്നപ്പോൾ അടിമാലി നഗരത്തിന്റെ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ, സാധാരണ യാത്ര ചെയ്യുമ്പോൾ ഉള്ളതിനപ്പുറത്ത് ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് അവിടെ കണ്ടപ്പോൾ പരിസ്ഥിതിക്ക് വളരെ പോറലേൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒന്ന് അടിമാലിയിൽ കൂടി ഒഴുകുന്ന പുഴ, ആ പുഴ ഇത്രയും മലിനമാകുന്നത് നമ്മൾ കാണുമ്പോൾ അടിമാലി ജംഗ്ഷനിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടം വളരെ മനോഹരമാണെങ്കിൽ അത് താഴേക്ക് ഒഴുകി വന്നു കഴിയുമ്പോൾ ആ ദേവിയാർ പുഴ ഇത്രയും മലിനമായി ഒഴുകുന്നത്, ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ മലിനമായി ഒഴുകുന്നത് നമ്മളുടെ, അതായത് മനുഷ്യരുടെ മാത്രം ഇടപെടൽ കൊണ്ടാണ്.
അപ്പോൾ അത്തരത്തിൽ വളരെ വേദന ഉണ്ടാക്കുന്ന പല കാഴ്ചകളും കാണുന്നുണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ. വളരെ സന്തോഷം തോന്നിയിരുന്ന ഒരിത് പക്ഷേ ഇന്ന് വേദന അനുഭവിക്കുന്ന തരത്തിലേക്ക് അത് മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനാകരമാണ്. പറഞ്ഞ പോലെ തന്നെ മൂന്നാറിലെ പുഴകളും അടിമാലിയിലെ പുഴയും ഒക്കെ ഇങ്ങനെ മലിനമായിക്കൊണ്ടിരിക്കുക. നീർച്ചാലുകൾ മലിനമാകുന്നു എന്നുള്ളത് തന്നെ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ഏറെ അടുത്ത് ഇടപഴകുന്ന, മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ളതാണ് വെള്ളം എന്ന് പറയുന്നത്. അതെ അതെ വെള്ളം മലിനമാകുക എന്ന് പറയുമ്പോൾ വായു മലിനമാകുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്ന സങ്കീർണമാണ്. അതെ അതെ. ഒരുപക്ഷെ നമ്മളിവിടെ വായു മലിനമാകുന്നത് മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് വായുവിന്റെ മലിനീകരണം തോത് കുറവായിരിക്കും, ഇത്രയും വൃക്ഷങ്ങളും മറ്റുള്ളത് കൊണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് വെള്ളത്തിന്റെ കാര്യം തന്നെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പുഴയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് നവകേരള മിഷന്റെ ഭാഗമായിട്ട് അവിടെ പോയിരുന്നു. അവിടെ ചെന്ന് ചെറിയൊരു തോട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെയുള്ള മാലിന്യങ്ങൾ, തൊഴിലുറപ്പിന്റെ തൊഴിലാളികളാണ് അത് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷെ ആ ഒരു 50 മീറ്റർ നീളത്തിൽ ആ തൊഴിലാളികൾ ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടിയ മാലിന്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാനാവാത്ത അത്ര അളവിലുള്ളതാണ്. തുണിയുടെ മാലിന്യമായാലും പ്ലാസ്റ്റിക്കിന്റെ ആയാലും എല്ലാം തന്നെ. അപ്പൊ അത്തരത്തിൽ നമ്മളുടെ പോലുള്ള ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ ഒരുപക്ഷെ വായു മലിനീകരണത്തെക്കാളും ഭീകരമായ പ്രശ്നം വെള്ളത്തിന്റെ മലിനീകരണമാണ്. അത് മലിനീകരണം മാത്രമല്ല, വെള്ളത്തിന്റെ തോത് കുറയുന്ന, അളവ് കുറയുന്നതും വളരെ വലിയ പ്രശ്നമാണ്. അത് ഞാൻ വട്ടവടയുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടതാണ്. വെള്ളത്തിന്റെ ഇവിടെയും അത്തരത്തിൽ പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് ഇപ്പോൾ പറഞ്ഞ ഈ പദ്ധതി ഇനി ഞാൻ ഒഴുകട്ടെയുമായി ബന്ധപ്പെട്ട ആ തൊഴിലാളികളുമായി സംസാരിച്ചപ്പോൾ വെള്ളത്തിന്റെ അളവും കുറയുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ഗൗരവമായി നമ്മൾ ഇത്തരം പരിസ്ഥിതി കാര്യങ്ങൾ ഇനിയും ബോധവാന്മാരാകുകയും ഇടപെടുകയും ചെയ്യേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അവിടെ ജലസ്രോതസ്സുകൾ തന്നെ വറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് നിറഞ്ഞ് തുളുമ്പുമെങ്കിൽ പോലും ഒരു ചെറിയ വേനൽ വരുമ്പോഴേക്കും എല്ലാം വറ്റി വരേണ്ട ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അപ്പം അങ്ങ് പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ എല്ലാവരും തന്നെ അറിയുന്നുണ്ടെങ്കിൽ പോലും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനെ വീണ്ടെടുക്കാൻ വേണ്ടി ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും. അതിൽ ഇതും എൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മൂന്നാറുമായി ബന്ധപ്പെട്ട എനിക്കുള്ള അനുഭവം എന്ന് പറയുന്നത്, മൂന്നാർ പാമ്പാടും ചൊലയിലുള്ള ഒരു വനപ്രദേശം, അത് യൂക്കാലിപ്റ്റസ് വാറ്റിൽ കാടുകൾ ഉണ്ടായിരുന്നത് മാറ്റി അത് സ്വാഭാവിക വനം ആക്കുന്നതിൻ്റെ ഒരു പ്രവർത്തനം കോട്ടയം നേച്ചർ സൊസൈറ്റി എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആ പ്രദേശം ഈ യൂക്കാലി വാറ്റിൽ കാടുകളായപ്പോഴാണ് വട്ടവടയിലെ കുടിവെള്ളത്തിന് കുറവുണ്ടായത് എന്ന് ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും അത് ആ വാറ്റിൽ യൂക്കാലി കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നതിനോ അത് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പല ഇടപെടലുകളും നടക്കുന്നുണ്ട്. വനം വകുപ്പ് ഈ യൂക്കാലി അക്കേഷ്യ കാടുകൾ വെട്ടിമാറ്റുന്നതിനുള്ള ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് പ്രായോഗികമായി നടപ്പിലാക്കുന്ന തരത്തിലേക്ക് വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള അധിനിവേശ സസ്യങ്ങൾ അത് വളരെ ബോധപൂർവം നമ്മൾ കൃഷി ചെയ്യുന്നതും ഇപ്പോൾ അല്ലാതെ വരുന്നതും ഇതെല്ലാം നമ്മുടെ പരിസ്ഥിതിയെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ യൂക്കാലി വാറ്റിൽ കാടുകളൊക്കെ നമ്മളുടെ വനത്തെയും പരിസ്ഥിതിയും ഒക്കെ മാറ്റിമറിക്കുന്നു. ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ വീട്ടുവിശേഷങ്ങൾ കൂടി. എൻ്റെ വീട്ടിൽ എൻ്റെ സുഹൃത്ത് ഭാര്യ ആശ ഒരു സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഒരു മകനാണുള്ളത്, മകൻ പ്രപഞ്ച്, അദ്ദേഹം എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഞങ്ങൾ 3 പേരടങ്ങുന്ന കുടുംബമാണുള്ളത്. വീട് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിനടുത്ത മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എത്ര വർഷമായിട്ട് ഈ പഞ്ചായത്ത് സർവീസിൽ ജോലി ചെയ്തു? 2004 ഞാൻ ഈ പഞ്ചായത്ത് VO ആയിട്ട് ജോലി ചെയ്യുന്നത്. അന്ന് ഗ്രാമവികസന വകുപ്പാണ്, ഇപ്പം എല്ലാം മാറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറഞ്ഞ ഒറ്റ വകുപ്പായി മാറിയിരിക്കുകയാണ്. പ്രകൃതിയിൽ മുറിവുകൾ ഉണ്ടാക്കുന്നതിൽ മനുഷ്യന്റെ പങ്കാണ് ഏറ്റവും കൂടുതലെന്നാണ് ജയകൃഷ്ണൻ സാർ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളാലാവുന്ന വിധം ഈ മുറിവുകൾ ഉണക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടാകണമെന്നാണ് സാർ ഓർമ്മപ്പെടുത്തുന്നത്. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.